ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾ ടൈറ്റിൽ കണ്ട മാതിരി തന്നെ നമുക്കൊരു DIY ഫേസ് പാക്ക് അല്ലെങ്കിൽ ഫേസ് മാസ്കിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നല്ല പോലെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് മാസ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വീഡിയോ ആണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മന്തൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. പക്ഷേ ഓവർനൈറ്റ് റിസൾട്ടാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പം തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം. കാരണം ഓവർനൈറ്റ് റിസൾട്ട് കിട്ടില്ല. കാരണം നമ്മൾ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ സലൂണിലൊക്കെ നമ്മളെപ്പോലെ സാധാരണ ആൾക്കാർക്ക് എപ്പോഴും പോകാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഒന്നെങ്കിൽ ക്ലോസ് ആയിട്ട് റിലേറ്റീവ്സിൻ്റെ ഏതെങ്കിലും ഫംഗ്ഷനോ പാർട്ടീസോ ഒക്കെ വന്നാൽ മാത്രമാണ് നമ്മൾ പോകുന്നത്. അല്ലാണ്ട് നമുക്ക് എല്ലാ മന്തും പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, ഒരു കോസ്റ്റ് എഫക്റ്റീവ് അല്ല. നമുക്ക് നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർക്ക് പറ്റില്ല. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നാണെങ്കിൽ നല്ല രീതിയിൽ ആവാൻ വേണം. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനം വെച്ചിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരു ചേഞ്ച് നമുക്ക് സ്കിന്നിന് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെ പറ്റിയ ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ, അല്ലെങ്കിൽ ഫേസ് പാക്കാണിത്. അപ്പം ഇത് ഒരു ആഴ്ചയിൽ 2 തവണയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ഒരു മന്ത് കഴിയുമ്പോൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മന്ത് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക, ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഫേസ് പാക്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണം പറയാം. അപ്പം നിങ്ങൾക്ക് ഇതൊന്നും കേൾക്കണ്ട, ഡയറക്റ്റ് ഫേസ് പാക്ക് എന്താണെന്ന് കണ്ടാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് സ്കിപ്പ് ചെയ്യാം. അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. പിന്നെ ഞാനിത് പറയണമല്ലോ, എന്തെങ്കിലും ഞാൻ ഈ പറയുന്ന സാധനം എന്തെങ്കിലും നിങ്ങൾക്ക് സ്കിന്നിന് ഗുണമുണ്ടോ എന്ന് ഞാൻ പറയണ്ടേ, അല്ലെ? എന്നാലല്ലേ ഇതൊരു എന്താ പറയുക, ഒരു കംപ്ലീറ്റ്നെസ് കിട്ടും, അല്ലെങ്കിൽ ഒരു ഇൻകംപ്ലീറ്റ് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചേർക്കുന്നത് മസൂർ ദാലാണ്, അതായത് ഓറഞ്ച് കളർ ദാല്. അപ്പം അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു നാച്ചുറൽ എക്സ്ഫോളിയൻ്റ് ആണ്. നമ്മുടെ ഡെഡ് സെൽസ് എല്ലാം തന്നെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഒന്ന് ടൈറ്റൻ ചെയ്യാനായിട്ട്, ഒന്ന് ടൈറ്റൻ ചെയ്യാനൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് മസൂർ ദാൽ. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് കടലമാവ്, ബേസൻ. അത് പക്ഷേ ഡ്രൈ സ്കിന്നുകാർക്ക് ചെറുതായിട്ട് പണി കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. കാരണം ഇതിന് ഈ കടലമാവ് നമ്മുടെ എക്സസ് ഓയിലെല്ലാം തന്നെ വലിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഡ്രൈ സ്കിന്നുകാർക്ക് ചിലപ്പോൾ പണി കിട്ടും. അപ്പം ഡ്രൈ സ്കിന്നുകാർ ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകിൽ എന്താ പറയുക, പാച്ച് ടെസ്റ്റ് നടത്തുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. അപ്പം ഇത് കടലമാവ് എന്ന് പറയുന്നത് പിന്നെ മാത്രമല്ല ഒരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസും കൂടെ ഉള്ളതുകൊണ്ട്, മൈൽഡ് ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസും ഉണ്ട്. അപ്പം നമ്മുടെ പോഴ്സ് എല്ലാം തന്നെ ടൈറ്റൻ ചെയ്യാനും ഒക്കെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നെ ഇതിലേക്കുള്ള ഇമ്പോർട്ടൻറ്റ് സാധനമാണ് കോഫി പൗഡർ. കോഫി പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ചുറ്റുമുള്ള പഫ്നെസ്, അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസ്, അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കുറയ്ക്കാനൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്യാണ്. പിന്നെ ബാക്കിയുള്ളതെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന സാധനങ്ങളാണ്. അതിൻ്റെ പ്രോപ്പർട്ടീസായിട്ട് ഞാൻ പറഞ്ഞ് വെറുതെ ബെനിഫിറ്റ്സ് ഒന്നും തന്നെ പറഞ്ഞ് വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വേഗം ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് മസൂർ ദാൽ ഉണ്ടല്ലോ, അത് ഇതുപോലെ തരിതരിയായിട്ട് പൊടിച്ചത് ഞാൻ ചേർക്കുന്നുണ്ട്. അത് ഏകദേശം 1 ടീസ്പൂണോളം ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ബേസനാണ്, അതായത് കടലമാവ് 1 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. പിന്നെ കോഫി പൗഡറൊക്കെ നമുക്ക് സ്കിന്നൊന്ന് ബ്രൈറ്റൺ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോഴത്തെ ഈ വെയിലത്തൊക്കെ നമ്മൾ ഇറങ്ങുകയല്ലേ, അപ്പോൾ ഫുള്ള് ടാനൊക്കെ ആണല്ലോ, അത് ഒരു പരിധിവരെയൊക്കെ മാറ്റാൻ നമ്മളെ സഹായിക്കും. പിന്നെ 1.5 ടീസ്പൂണോളം തേനുണ്ടല്ലോ, തേൻ ഇതിനകത്ത് ഹണി ചേർക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂണോളം അലോവേറ ജെല്ല്. ഇനി അലോവേറ ജെല്ല് അല്ലാണ്ട് ഫ്രഷ് അലോവേറ അതുണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അടിച്ച് മിക്സാക്കി എടുക്കണം കേട്ടോ. നല്ല ഒരു മാസ്ക് ഫേസ് പാക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിലാക്കി എടുക്കുക. അപ്പോൾ ഇത് കുട്ടികൾക്കും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫേസ് നല്ലോണം വാഷ് ചെയ്യണം. കാരണം ഒരു ഡസ്റ്റോ അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്യണം. പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വേറെ നമുക്ക് ഇറിറ്റേഷനോ ഇച്ചിങ്ങോ ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ഫേസിലും നെക്കിലും ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഞാൻ മുമ്പേ ഇത് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം, എനിക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒന്നും വരുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഫേസിലും നെക്കിലും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഫുള്ള് കവർ ആവുന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും ഇട്ട് കൊടുക്കാം, നെക്കിലും മുഖത്തും. ഞാൻ പിന്നെ മോൾക്കാണെങ്കിൽ കൈമുട്ടിലും ഒക്കെ ഞാൻ ഇട്ട് കൊടുക്കും. കാരണം ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ടാൻ ഉണ്ടാവുമല്ലോ, കുറേ വെയിലടിച്ചടിച്ച് ടാൻ ഉണ്ടാവും. അപ്പോൾ അത് മാറാൻ ഒരു പരിധിവരെ ഇത് സഹായിക്കും. അപ്പം ഇത് ഓവർനൈറ്റ് റിസൾട്ട് ആരും തന്നെ പ്രതീക്ഷിക്കരുത്. കാരണം നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള DIY ഫേസ് മാസ്ക് ആണ്. അതുകൊണ്ട് ഇതിന് ടൈം എടുക്കും. ഒരു 1 മന്തൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതിട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് വരും. അതും ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു മാസത്തിന് മുമ്പേ നമുക്ക് ആ റിസൾട്ട് വന്നു തുടങ്ങും. അപ്പം സലൂണിലൊക്കെ നമുക്ക് എപ്പോഴും ഒന്നും പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ ഓർഗാനിക് വേയിൽ നമുക്ക് വളരെ ടൈം എടുക്കുമെങ്കിൽ പോലും 1
മാസത്തോളം എടുക്കുമെങ്കിൽ പോലും നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയവരാണെങ്കിൽ ഒരു 20-25 മിനിറ്റോളം ഫേസിൽ അങ്ങനെ ഇട്ട് വയ്ക്കുക. എന്നിട്ട് വാഷ് ചെയ്യുക. നമ്മൾ നോർമൽ പൈപ്പിൻ്റെ വെള്ളത്തിൽ വാഷ് ചെയ്യുക. വാഷ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ സർക്കുലർ മോഷനിൽ ഒന്ന് തേച്ച് കൊടുത്ത് വേണം വാഷ് ചെയ്യാനായിട്ട്. അപ്ലൈ ചെയ്യുന്നു എന്നുള്ള വീഡിയോ എല്ലാം കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നല്ല ബെറ്റർ റിസൾട്ട് കിട്ടണമെങ്കിൽ ആഴ്ചയിൽ 2 തവണ ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ DIY ടിപ്സ് നമുക്ക് ഇനിയും കൊണ്ടുവരാനായിട്ട് എനിക്ക് പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ പറയാം കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ ബൈ ബൈ.